ശരിക്കും പഠിക്കുമ്പോൾ സ്നാനത്തിൻ്റെ യഥാർത്ഥമായ മർമ്മങ്ങൾ നമുക്ക് വെളിപ്പെടുവാനിടയായിത്തീരും. ഒരുപക്ഷെ നിങ്ങൾ പെന്തക്കോസ്റ്റിൽ 10-100 വർഷം പാരമ്പര്യമുള്ളവരായി ജനിച്ചു വളർത്തപ്പെട്ട അങ്ങനെയുള്ള ആൾക്കാർ ഒരുപക്ഷെ അവരുടെ മാതാപിതാക്കൾ പറയും 10-15 വയസ്സാകുമ്പോൾ അവരോട് പറയും സ്നാനപ്പെടാമെന്ന് പറയും. എടാ സ്നാനപ്പെടാൻ സമയമായി, അടുത്തിരിക്കുന്ന തോമാച്ചാൻ്റെ മോൻ സ്നാനപ്പെട്ടു, നീ 15, 16, 17 വയസ്സായിട്ട് നിനക്ക് സ്നാനപ്പെടാൻ പറ്റുന്നില്ലേ? സ്തോത്രം. നമ്മളവരെ പുഷ് ചെയ്യുക. സ്തോത്രം. കാരണം നമ്മുടെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇതൊരു ചടങ്ങാണ്, ഇതൊരു നമ്മുടെ മതത്തിൻ്റെ അല്ലെങ്കിൽ മതപരമായ ഒരു ചടങ്ങാണ്, അല്ലെങ്കിൽ ഒരു പാരമ്പര്യമാണ് എന്നുള്ള ചിന്താഗതിയിലേക്ക് പിശാച് സകല മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് കൊടുത്തിരിക്കുകയാണ്. സ്തോത്രം. എന്നാൽ വിശുദ്ധ വചനം എന്ന് പറയുന്നു, ബാപ്റ്റിസം എന്ന് പറയുന്നത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ബാപ്റ്റിസം വാക്ക് ഉത്ഭവിച്ചത്. അത് ഇമേഴ്സൺ അല്ലെങ്കിൽ മുഴുവൻ സ്നാനമാണ് പുതിയ നിയമസഭയിൽ ദൈവം അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ നമ്മൾ ഒരാളുടെ പ്രേരണയാലോ നമ്മുടെ മാതാപിതാക്കളുടെ കമ്പൽഷനോ ചെയ്യുന്ന സ്നാനം എന്ന് പറയുന്നത് ഒരു വലിയ മർമ്മമാണ്, വലിയ മിസ്റ്ററിയാണ്. അതുകൊണ്ട് അതിനെ എതിർക്കുന്നത് ഞാൻ എതിർത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതിനെ എന്തുകൊണ്ട് റെസിസ്റ്റ്, എന്തുകൊണ്ട് പിശാച് ഇതിനെ എതിർക്കുമെന്ന് ചോദിച്ചാൽ ഇതിനകത്തൊരു ആത്മീയ മർമ്മം ഒളിഞ്ഞു കിടക്കും. അതിന്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ വിശുദ്ധമായിട്ട് ഉണ്ടെങ്കിൽ തന്നെയും ഇതിന് യഥാർത്ഥമായ ഒരു സിഗ്നിഫിക്കൻസ് നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോഴേക്കിന് മനസ്സിലാക്കും. പൂർണ്ണമായ ഒരു റെവലേഷൻ. സ്തോത്രം. നമ്മൾ ഒന്നാ ചിന്തിക്കുന്ന വാട്ട് ഈസ് ബാപ്റ്റിസം, എന്താണ് സ്നാനം? സ്തോത്രം. It is a pronouncement of belief. It's like a preaching visual sermon. It is a public way of saying to everyone that you have decided to give your life to Jesus Christ. സ്തോത്രം. നിങ്ങൾ യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം കൊടുക്കുന്നതിനെ കുറിച്ച് പരസ്യമായി ഡിക്ലെയർ ചെയ്യുന്ന ഒരു ഭാഗമാണ് സ്നാനം എന്ന് പറയുന്നത്. നമ്മൾ യേശുവിന് വേണ്ടി, കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ കൊടുക്കുന്നു എന്ന് പരസ്യമായി നിങ്ങൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിലേക്കുള്ള ഒരു യാത്രയാണ് സ്നാനം എന്ന് പറയുന്നത്. സ്തോത്രം. രണ്ടാമത് നമ്മൾ ചിന്തിക്കുന്ന ഇറ്റ് ഈസ് എ പോയിന്റ് ഓഫ് ഡിപ്പാർച്ചർ ഫ്രം യുവർ ഓൾഡ് ലൈഫ് സ്റ്റൈൽ ആൻഡ് സ്റ്റാർട്ട് ഓഫ് ലൈഫ് ആസ് എ ന്യൂ ക്രിയേഷൻ. 2 Corinthians 17 ഒന്ന് വായിച്ചാട്ടെ വേഗത്തിൽ. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞു. Old is passed away. ഇതാണ് പുതുതായി തീർന്നിരിക്കുന്നു. Therefore, if any man be in Christ, he is a new creature. All things are passed away. Behold, all things are become new. അപ്പോൾ നിങ്ങളുടെ പഴയ ലൈഫ് സ്റ്റൈല് മാറുന്ന ഒരു അനുഭവമാണ്. നമ്മുടെ പഴയ മനുഷ്യന്റെ രീതികൾ വിട്ട് പുതിയ മനുഷ്യനായി, ഒരു ന്യൂ ക്രിയേഷനായി, പുതിയ സൃഷ്ടിയായി മാറുന്ന ഒരു അനുഭവമാണ് സ്നാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പിശാച് എതിർക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പഴയ മനുഷ്യനായി ജീവിച്ച് നിത്യ നരകത്തിൽ പോകുവാനാണ് പിശാച് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവൻ ദൈവത്തിന്റെ വചനം പറഞ്ഞു, നീ ഒരു പുതിയ മനുഷ്യനായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ യേശു നമുക്ക് റോമാലേഖനം 6:3 വാക്യത്തിൽ സ്തോത്രം ഒരു ഭാഗം നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ഒന്ന് വായിച്ചോട്ടെ. റോമാലേഖനം 6:3. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായിരുന്ന അപ്പോൾ യേശു നമ്മൾ ആരോട് ചേരാനാണ് ഈ സ്നാനമേറ്റുന്നത്? പെന്തക്കോസ്തിൽ ചേരാനാണ്? അല്ല, നെവർ. സ്തോത്രം. നമ്മളെ അങ്ങനെ ആരോ ധരിപ്പിച്ചു വെച്ചത്. അതാണ് നമ്മളൊക്കെ ഇതിനെ എതിർക്കാനുള്ള കാരണം. പെന്തക്കോസ്തിൽ ചേരാനാണ് അവര് കൊണ്ടുവന്ന ഒരു ഉപദേശമാണ് എന്ന് പബ്ലിക് ആയിട്ട് പിശാച് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനിടയായി. അതുകൊണ്ടാണ് സ്നാനം പലപ്പോഴും ഡിലേ ആയി പോകുന്നത്. നമ്മുടെ പാരമ്പര്യങ്ങളെ വിട്ട്, നമ്മുടെ പിതാക്കന്മാർ അനുവദിച്ച ആചാരങ്ങളെ വിട്ട്
നമുക്ക് പോകുവാൻ കഴിയാത്തതിന്റെ കാരണം നമുക്കിതിനെക്കുറിച്ച് യഥാർത്ഥമായിട്ടുള്ള ഒരു മിസ്റ്ററി നമുക്ക് ഇല്ലാതെ പോയതുകൊണ്ട്, ഒരു വെളിപ്പാടില്ലാതെ പോയതുകൊണ്ട്. ഇതേതെങ്കിലും ഒരു മതത്തിൽ ചേരുന്ന പരിപാടിയല്ല. ഇതേതെങ്കിലും ഒന്നിൽ വിട്ട് ഒരു മതത്തിന്റെ പരിപാടി. യേശുക്രിസ്തു ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. യേശുക്രിസ്തു സകല മാനവജാതിയുടെയും ദൈവമാണ്. അവൻ ഹിന്ദു എന്നോ ഇസ്ലാം എന്നോ ഹല്ലേലൂയ സ്തോത്രം യാതൊന്നുമില്ല. യവനെന്നോ യഹൂദനെന്നോ സ്വതന്ത്രനെന്നോ ദാസനെന്നോ ഒന്നുമില്ല. എല്ലാവരും ഒറ്റ ശരീരമായി തീരുമാനം. അവൻ ക്രൂശിയാഗമായി തീർന്നു. ഹല്ലേലൂയ. യോഹന്നാൻ പറയുന്നു, യേശു വന്നത് ലോകത്തെ വിധിപ്പാൻ, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനാണ്. അതിനകത്ത് ഒരു മതത്തിന്റെ പരിപാടിയില്ല. യേശു ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. ഇതൊരു അനുഭവമാണ്. ഇതൊരു ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്, ഒരു എക്സ്പീരിയൻസ് ആണ്. യേശുവിന്റെ ശിഷ്യന്മാരായി തീരുന്ന, ഡിസൈപ്പിൾ ആയ ശിഷ്യയായി തീരുന്ന ഒരു അനുഭവമാണ്. സ്തോത്രം. നമ്മള് അമ്മ സ്തോത്രം സ്നാനപ്പെടുന്നത് യേശുവിനോട് ചേരാനാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ യേശു എന്തിനാ സ്നാനപ്പെട്ടത്? യേശു ആരോട് ചേരാനാണ് സ്നാനപ്പെട്ടത്? സ്തോത്രം. ഹല്ലേലൂയ. മത്തായി 3:3-13 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരെ അവന്റെ അടുക്കൽ വന്നു. യോഹന്നാൻ സ്നാപകന്റെ അടുത്തേക്ക് യേശു കടന്നു വരികയാണ്. യോഹന്നാന്റെ കൈക്കീഴിലേട്ട് സ്നാനപ്പെടുവാനായിട്ട്. സ്തോത്രമില്ല. And come Jesus from Galilee to Jordan to John to be baptized of him. യേശു യോഹന്നാൻ മാനസാന്തരം സ്നാനം കഴിക്കുന്ന ഉപദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു 30 വയസ്സ് കഴിയുമ്പോൾ യോഹന്നാന്റെ അടുത്തേക്ക് വരികയാണ് സ്നാനപ്പെടാനായിട്ട്. അപ്പോൾ അടുത്ത ഭാഗം വായിച്ചാണ്. യോഹന്നാൻ പറയുകയാണ്, യോഹന്നാൻ വിലക്കി. കാരണം യോഹന്നാൻ അറിയാം അവൻ യേശു ദൈവമാണ്, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടാണ്. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവനാണ് വെളിച്ചം. ആ സത്യ വെളിച്ചം ലോകത്തിൽ പ്രകാശിച്ചുകൊണ്ടിരുന്നു. ഞാൻ അവന് മുമ്പേ വന്നാണ്. അവന് പാതയൊരുക്കുവാനായിട്ട് വന്നവനാണ്. അതുകൊണ്ട് യോഹന്നാൻ പറയും, എനിക്കതിന് യോഗ്യതയില്ല. അടുത്ത ഭാഗം, ഞാൻ വന്ന് നിന്നാൽ സ്നാനമേൽക്കുവാനാണ്. ഹല്ലേലൂയ സ്തോത്രം. യേശു ദൈവമാണ്, പൂർണ്ണ ദൈവമാണ്, അതേസമയം പൂർണ്ണ മനുഷ്യനുമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത ഭാഗം, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം. നീ എന്തിനാ എന്റെ അടുക്കൽ വരും? ഞാൻ നിന്റെ കൈ കീഴിൽ സ്നാനപ്പെടാനിരിക്കുകയാണ്. അപ്പൊ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. യേശു അവനോട് ഇപ്പോൾ സമ്മതിക്കാം. ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് ഉചിതം. ഇതൊരു നീതിയാണ്. എന്താണ്? യേശു നസ്രയത്തിലെ 30 വർഷത്തെ ജീവിതത്തെ വിട്ട് ഒരു പരസ്യ ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ എടുത്തൊരു തീരുമാനമാണ് സ്നാനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ജീസസ് ബാപ്റ്റിസ്റ്റ് served as example of this, as his baptism became a point of departure from his life in Nazareth to the life of traveling prophet and preacher. ഒരു പരസ്യ ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് സ്തോത്രം യേശു സ്തോത്രം അങ്ങനെ ഒരു തീരുമാനമെടുത്തു. മറ്റൊരു ചിന്ത പറയുന്നത്, നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് നിൽക്കുന്നത് മറ്റൊരു ചിന്ത എന്ന് പറയുന്നത്, സ്തോത്രം, നമ്മൾ യേശുവിന് ചേരാനാണ് സ്ഥാനമേറ്റത്. സ്തോത്രം. എന്നാൽ യേശു നമ്മളോട് ഒരാളായി തീരുവാൻ, നമ്മുടെ ഒരു ഭാഗമായി തീരുവാൻ. ഞാനൊരു പൂർണ്ണ മനുഷ്യനാണ്, പൂർണ്ണ ദൈവമാണ്, അതേസമയം ഞാൻ പൂർണ്ണ മനുഷ്യനാണ്. ഞാൻ ഹല്ലേലൂയ സ്തോത്രം നമ്മളിൽ ഒരാളായി യേശു മാറുകയാണ് ചെയ്യുന്നത്. അതിനാണ് ഹല്ലേലൂയ സ്തോത്രം കർത്താവ് പറഞ്ഞു, ഇതാണ് നീതി. അല്ലെങ്കിൽ ഞാൻ ദൈവമാണ്, എനിക്ക് ഇതിന്റെ ആവശ്യമില്ല, അങ്ങനെ പറഞ്ഞ് കർത്താവ് ഒഴിയുകയല്ല. ആമേൻ. ഒരു മനുഷ്യനായി നിന്നുകൊണ്ട് നസ്രയത്തിലെ 30 വർഷത്തെ ജീവിതത്തെ, തന്റെ ആ ലൈഫ് സ്റ്റൈലിനെ വിട്ടിട്ട് ഹല്ലേലൂയ സ്തോത്രം പുതിയൊരു ശുശ്രൂഷയിലേക്ക് പോകുന്നതിന് മുമ്പ് യേശു ആ നീതി നിവർത്തിക്കാനായി യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനം നടത്തുവാനിടയായി തീർന്നു. മൂന്നാമത്തെ ഹല്ലേലൂയ സ്തോത്രം, it means of bringing us in the union with Christ
and his body the church. അതായത് സഭയാം, ബാപ്റ്റിസം എന്ന് പറയുന്നത് സഭയാം ശരീരത്തിന്റെ ഭാഗമായി തീരുക എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും യേശു തരാൻ സ്ഥാനപ്പെട്ട നാം ഓരോരുത്തരും സ്ഥാനപ്പെട്ട ഒരു വ്യക്തി അല്ലെങ്കിൽ യേശുവിന്റെ സഭയുടെ ഭാഗമായി മാറുക. സഭ എന്ന് പറയുന്നത് നാം ഓരോരുത്തരുമാണ്. സഭയുടെ തല എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ക്രൈസ്താണ് നമ്മുടെ രണ്ട്. ആ ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഒരു ഭാഗം വായിക്കാം. ഹല്ലേലൂയ. 1 Corinthians chapter 12 verse 13. 1 Corinthians 12:13. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറും ഒരേ ആത്മാവിൽ സ്നാനമേറ്റു എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നതിന് ഏറ്റ ശരീരമായി തീരുക. ഹല്ലേലൂയ. അത് നേരത്തെ പറഞ്ഞേ, യേശു ഒരു മതത്തിന്റെ സ്ഥാപകനല്ല. യേശു അതിലൊരു പ്രത്യേക മതമുണ്ടാക്കാൻ വന്നതല്ല. സകല മാനവജാതിയെയും ഒരൊറ്റ ശരീരമായി തീർക്കുവാൻ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലത്തെയും നിരപ്പിക്കുവാൻ, അവൻ പിതാവാം ദൈവത്തിൽ നടന്നു പോയ സകല മാനവജാതികളെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുന്ന കാലസമ്പൂർണതയുടെ വ്യവസ്ഥിക്കത്തവണ്ണം, ആ മർമ്മത്തിനൊത്തവണ്ണം ഹല്ലേലൂയ അവൻ ഈ ഭൂമിയിലേക്ക് വന്നു നമ്മുടെ പാപം ഏറ്റെടുക്കുവാനായി. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഇത്തിരി സ്പീഡിൽ പോവുകയാണ്, സമയത്തിന്റെ പരിമിതികൾ ഉള്ളതുകൊണ്ട്. അടുത്ത ആഴ്ച ഹല്ലേലൂയ, സ്തോത്രം. രണ്ടാമത് കഴിഞ്ഞ ആഴ്ച സത്യം പാസ്റ്റർ പറഞ്ഞ പോലെ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണർഷിപ്പ് യേശു വിട്ടുകൊടുത്തു, ലോഡ്ഷിപ്പ് വിട്ടുകൊടുത്തു. സ്തോത്രം. സ്നാനം എന്ന് പറയുന്നത് അതിൽ കൂടെ നടക്കുന്നത്, സ്തോത്രം, നമ്മൾ അതിനെ അർത്ഥമാക്കുന്നത് നമ്മുടെ കർത്തൃത്വം. സ്തോത്രം. ഇപ്പൊ ഡോണമോളുടെ കർത്തൃത്വം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുന്നവരെ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഡോണമോളുടെ കർത്തൃത്വം യേശു വിട്ടുകൊടുക്കുന്നതാണ് സ്നാനത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പറയുന്നു, യു ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ദ നെയിം ഓഫ് ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. മത്തയി 22:19 നമുക്ക് വായിച്ചാട്ടെ പെട്ടെന്ന്. സ്തോത്രം. നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ ഈ ഭാഗത്തിലേക്ക് കുറച്ച് കഴിയുമ്പോൾ വരാം. പക്ഷെ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതോറിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ നമ്മുടെ ലൈഫ്, സ്തോത്രം, യേശുവിന് കൈമാറിയാണ് സ്നാനത്തിൽ കൂടെ. ആമേൻ, സ്തോത്രം. ഇതിനെ തുടർന്ന് ഞാൻ അതിന് നമ്മുടെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുക. ഇതുവരെ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ചില ഇരുട്ടിന്റെ ശക്തികളായിരുന്നു, ഈ ലോകത്തിന്റെ സിസ്റ്റമായിരുന്നു, പൈശാചിക മണ്ഡലങ്ങളായിരുന്നു. അത് നമ്മുടെ അവയവങ്ങളിൽ കൂടെ വ്യാപരിച്ച് ചിന്തകളിൽ കൂടെ കടന്നു വന്ന് നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്ത് ലോകത്തോട് കൊണ്ടുപോയി അവസാനം അതിന്റെ എൻഡ് മരണമാണ്. അതിൽ നിന്നുള്ളൊരു വിടുതലും കൂടെയാണ്. അപ്പൊ നമ്മുടെ ഓണർഷിപ്പ് യേശു വിട്ടുകൊടുക്കുക. അപ്പൊ കർത്താവ് അവിടെ ഒരു അതോറിറ്റി പറയുകയാണ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. സ്തോത്രം. അവിടെ മറ്റൊരു അപ്പോസ്തലന്മാർ അവർ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഓരോരുത്തരും പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിക്കും. അപ്പൊ യേശു ക്രിസ്തുവിന്റെ നാമം, ആ കർത്തൃത്വം അവിടെ എടുത്തു പറയുക, അതോറിറ്റി പറയുക. അതാണ് യേശു ക്രിസ്തുവിന്റെ നാമം ഉപയോഗിച്ചതിന്റെ കാരണം. യേശു പറഞ്ഞ ഇങ്ങനെയാണ്, മത്തായി 18 പറയുന്നു, അവരോ ചിലർ അവനെ കണ്ടപ്പോൾ, ഉയർത്തെഴുന്നേറ്റവനായ യേശുവിനെ കണ്ടപ്പോൾ ചിലര് സ്തോത്രം അവനെ നമസ്കരിച്ചു, ചിലർ വിശ്വസിച്ചു, ചിലർ
ചിലർ സംശയിക്കുക. ഇന്നും അത് തന്നെയാണ് നടക്കുന്നത്. യേശുവിന്റെ ദൈവത്വത്തെ സംശയിക്കുക, യേശുവിനെ ദൈവമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ വിവിധ പാരമ്പര്യങ്ങളിൽ നിന്ന് വളർന്നവരാണ്. നമുക്ക് യേശുവിനെ പറ്റി യഥാർത്ഥമായ റെവലേഷൻ ഇല്ല. സ്തോത്രം. റെവലേഷൻ കിട്ടിയവർക്കായി സ്തോത്രം. റെവലേഷൻ ഇല്ലാത്തവര് ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ സ്തോത്രം ഈ ദൈവത്തിന്റെ വചനം ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കണം. എന്റെ ജീവിതം ഞാൻ യേശു വിട്ടുകൊടുക്കും. എന്റെ ലൈഫ് ഞാൻ യേശു വിട്ടുകൊടുക്കും. ഹല്ലേലൂയ സ്തോത്രം. പത്രോസിന്റെ വചനം ഓർപ്പിക്കുന്നു. പത്രോസ് ഹല്ലേലൂയ സ്തോത്രം അവിടെ നിന്ന് പ്രസംഗിച്ചപ്പോൾ, യെരൂശലേമിൽ പ്രസംഗിച്ചപ്പോൾ സ്തോത്രം ആ അഭിഷേകത്തോടെ നിറവോടെ ആത്മശക്തിയോടെ പ്രസംഗിക്കുമ്പോൾ 3000-4000 പേരവിടെ കൂടി വന്നിരുന്നു അവരുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ. സ്തോത്രം. ആ ഒറ്റ പ്രസംഗത്തിൽ പത്രോസ് പ്രസംഗിച്ച് ഇങ്ങനെയാണ്: നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ, നിങ്ങൾ ക്രൂശിച്ച നസ്രായനായ യേശുവിനെ ദൈവവനെ പ്രഭുവാക്കിയും രക്ഷിതാവാക്കിയും വെച്ചിരിക്കുന്നു. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്നു. ഇസ്രായേൽ മക്കളെ, നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്നവൻ ദൈവമായിരുന്നു. നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് അവരുടെ ഉള്ളിൽ ഈ വചനം കേട്ടപ്പോൾ, ഈ ശക്തി പുറപ്പെട്ടപ്പോൾ, ഈ സുവിശേഷം അവരുടെ ഹൃദയത്തിലേക്ക് ആഞ്ഞടിക്കുവാനിടയായി തീർന്നു. അവർ പറഞ്ഞു, ഞങ്ങളെന്ത് ചെയ്യണം? ഹല്ലേലൂയ സ്തോത്രം. അവർ കുത്തുകൊണ്ടു. അവരുടെ ഹൃദയത്തിനകത്ത് വേദനയുണ്ടായി. അയ്യോ, ഈ യേശുവിനെയാണോ ഞങ്ങൾ ക്രൂശിച്ചത്? ഈ യേശുവിനെയാണോ ഞങ്ങൾ തകർത്തു കളഞ്ഞത്? അവൻ ദൈവമായിരുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. ഇത് പറയും, ഈ ഒരു കുത്തുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടണം. നിങ്ങൾ ഇതുവരെ ചെയ്ത സകല പാപങ്ങളും നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങൾ ഏറ്റു പറയണം, കൺഫസ് ചെയ്യണം, റിപ്പന്റ് ചെയ്യണം. സ്തോത്രം. പ്രിയമുള്ളവരെ, സ്നാനത്തിന് മുമ്പായിട്ട് നാം ചെയ്യേണ്ട കാര്യം നമ്മൾ റിപ്പന്റ് ചെയ്യണം. ഇതുവരെ നമ്മൾ ജീവിച്ച ഓൾഡ് ലൈഫ് സ്റ്റൈലിന് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടായോ? നമ്മൾ ഈ ദൈവത്തെ ദുഃഖിപ്പിച്ചു പോയ, യേശുവിനെ തള്ളി പറഞ്ഞ പ്രവൃത്തികൾ കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം പലപ്പോഴും നിഷേധിച്ച അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നാം അത് കൺഫസ് ചെയ്യണം. സ്തോത്രം. ഹല്ലേലൂയ. അത് കൺഫസ് ചെയ്ത് സ്തോത്രം അത് ഏറ്റുപറഞ്ഞ്, അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. റിപ്പന്റ് ചെയ്യാന്ന് പറയും. നമ്മുടെ പഴയ പ്രവൃത്തികളെ ദൈവസന്നിധിയിൽ ഏറ്റു പറയുന്ന, അല്ലെങ്കിൽ ഏറ്റു പറയാത്തൊരു വ്യക്തി സ്നാനപ്പെടുന്നത്. ഹല്ലേലൂയ. സ്നാനം കൊണ്ടല്ല നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്, നമ്മുടെ വിശ്വാസത്തിലാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. Baptism doesn't make you a believer. സ്തോത്രം. Why you are baptizing? Because you are believing Jesus Christ. Amen. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ യേശുവിൽ സ്തോത്രം വിശ്വസിച്ചതുകൊണ്ടാണ് നിങ്ങൾ സ്നാനപ്പെടുന്നത്. യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ സ്നാനപ്പെടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ നാലാമത് ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് നമ്മുടെ ലോർഡ്ഷിപ്പ് ഹല്ലേലൂയ സ്തോത്രം കർത്താവിന് കൊടുക്കുന്നതാണ്. സ്തോത്രം. ഒരു ഭാഗം കൂടെ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മൾ എന്താണ് ബാപ്റ്റിസം, അതിന്റെ അർത്ഥമാക്കുന്നത് എന്താണ്? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ബാപ്റ്റിസം കൊണ്ട് എന്താണ് ഈ സ്നാനത്തിൽ നടക്കുന്നത്? എന്തിനാണ്? ഹല്ലേലൂയ സ്തോത്രം. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അടക്കപ്പെട്ടു. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അപ്പൊ മരണം, അടക്കം, ഉയർത്തെഴുന്നേറ്റു, ഇത് മൂന്നിനെയും നമ്മൾ സിംബോളിക്കായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് സ്നാനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അമ്മ നമ്മൾ വിശ്വസിച്ചത് ശരിയാണ്, യേശു എനിക്ക് വേണ്ടി മരിച്ചു. ശിഷ്യന്മാരോട് പറഞ്ഞു. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് ഈ സ്നാനത്തെ കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ എന്റെ ഭാവന പറയുകയാണ്,
അദ്ദേഹം അറേബ്യൻ മരുഭൂമിയിൽ കർത്താവിന്റെ പാദമെടുത്തിരുന്ന് പഠിക്കുമ്പോൾ സ്തോത്രഹല്ലേലൂയ പൗലോസിന് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. പൗലോസ് വെളിപ്പെടുത്തി, കർത്താവെ വിശ്വസിച്ചാൽ പോലെ, എന്തിനാ ഈ വെള്ളത്തിലൊക്കെ മുങ്ങി ഈ പരിപാടിയൊക്കെ ചെയ്യുന്ന എന്തിനാ? നിങ്ങൾ വിശ്വസിച്ചാൽ പോലെ, ഞങ്ങളല്ലേ ഞങ്ങൾക്കറിയാമല്ലോ, സ്തോത്രം, ഞങ്ങൾക്കറിയാമല്ലോ നീ ഞങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്, ഞങ്ങളതൊക്കെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ചു ഞങ്ങൾ, പക്ഷേ എന്തിനാ ഇത് ചെയ്യുന്നത്? സ്തോത്രം, ഹല്ലേലൂയ. ഇതാണ് ഇതിനകത്തൊരു വലിയ മർമ്മം ഒളിഞ്ഞു കിടക്കുന്നത്. ഞാനൊരു ചെറിയ ഉദാഹരണം ഈ ചിന്തിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു കാര്യം ദൈവാത്മാവ് എന്നെ ഓർമ്മപ്പെടുത്താൻ ഇടയായി തോന്നുന്നു. ഞാൻ ഒരു കാര്യം, നമ്മളിപ്പോൾ ബാങ്കിൽ പോയിട്ട് നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളെല്ലാം സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ ATM നമ്മളൊരു $10,000 നമ്മുടെ അക്കൗണ്ടിലുണ്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സ്തോത്രം, പക്ഷേ നമ്മളതുകൊണ്ട് ഡെപ്പോസിറ്റ് ഒക്കെ ചെയ്തു. അവർ ബാങ്കുകാർ നമുക്ക് എന്ത് തന്നു? ATM തന്നു. പക്ഷെ ഈ ATM ആക്ടിവേറ്റ് ചെയ്യാത്തിടത്തോളം കാലം $1 നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞു? ഇത് സ്നാനം എന്ന് പറയുന്നത് ഒരു ആക്ടിവേഷനാണ്. ഞാൻ മനസ്സിലാക്കിയ കാര്യം. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ആ ഒരു വേദഭാഗത്തിൽ തന്നെ ചിന്തിക്കാം. നമുക്ക് കൊലോസ്യ ലേഖനം 1:15-3-4 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 1:15-3-4 വാക്യങ്ങൾ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇതാണ് എന്റെ മർമ്മം എന്ന് പറയുന്നത്. സ്നാനത്തിന്റെ മർമ്മം ഇതാണ്. സ്തോത്രം, യേശു മരിച്ചു നമ്മുടെ പാപങ്ങൾക്ക്. സ്തോത്രം, ഹല്ലേലൂയ. അടക്കപ്പെട്ടു, കല്ലറയിൽ അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. And that he was buried, and that he rose again the third day according to the scriptures. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. അടുത്ത കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. കൊലോസ്യ 2:12. ഒരു കാര്യം പറയട്ടെ, ഈ സ്നാനപ്പെട്ടവർക്ക് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു ബോറടി തോന്നരുത്. പക്ഷേ യഥാർത്ഥമായിട്ട് ഈ ഞാൻ സ്നാനപ്പെടുമ്പോൾ എനിക്ക് ഇത്രയും ക്ലാസ് കിട്ടിയിട്ടില്ല ഭാഷ, ഉള്ള സത്യം തന്നെ ഈ പറയുന്നത്. എനിക്കും ശരിക്കും എൻ്റെ മർമ്മം അറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ എൻ്റെ അകത്ത് ദൈവാത്മാവ് പറഞ്ഞു സ്നാനപ്പെടാൻ പറഞ്ഞു. സ്നാനപ്പെട്ടു, സ്തോത്രം. എന്നാൽ അതിന് പൂർണ്ണമായൊരു മിസ്റ്ററിയിലേക്ക് ദൈവവചനം പഠിച്ചപ്പോഴാണ്, എന്തിനാണ് അപ്പോഴാണ് എനിക്കൊരു പ്രാഗൽഭ്യം ഉണ്ടായ സ്നാനത്തെ കുറിച്ച് സംസാരിക്കാനുള്ളത്. നമുക്ക് മറ്റുള്ളവരോട് ഇത് പറയാൻ കഴിയാത്തതിന്റെ കാരണം നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ഒരു മിസ്റ്ററി ലഭിക്കാത്തത് കൊണ്ടാണ്. നമുക്ക് ശരിയായ ഒരു വെളിപ്പാട് കിട്ടിയാൽ നമ്മൾ പലരോടും നമ്മുടെ കൂടെയുള്ളവരോടും ഒക്കെ നമ്മൾ വിളിച്ചു പറയാനിടയായിത്തീരും. സ്തോത്രം. ഇതിന്റെ ശരിയായ മർമ്മമാണ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നു. അതാണ് ഇത് ചെയ്യുമ്പോൾ യേശുവിന്റെ മരണപുനരുത്ഥാനത്തോട് നമ്മൾ അവൻ പങ്കാളികളായി തീരുന്ന ഒരു പ്രത്യേക അനുഭവമാണ് സ്നാനം എന്ന് പറയുന്നത്. സ്തോത്രം. നമുക്ക് കൊലോസ്യ 2:12. അപ്പൊ സ്നാനത്തിൽ സംഭവിക്കുന്നത്, സ്തോത്രം, കർത്താവിന്റെ ദാസൻ നിങ്ങളെ സ്നാനപ്പെടുത്തുമ്പോൾ നിങ്ങൾ ആ വെള്ളത്തിൽ അവനോട് കൂടെ അടക്കപ്പെടും. ഒന്നാമത്തെ പ്രോസസ്. ഹല്ലേലൂയ. ഒന്ന്, അടക്കപ്പെടുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം നമ്മൾ ചെയ്യണം, നാം മരിക്കണം. മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്. യേശുവിന് വേണ്ടി നിങ്ങൾ ജീവൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ യേശുവിനോടൊപ്പം മരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ when you are deciding to give your life to Jesus, you are already died in Christ. നിങ്ങൾ അവരോട് ക്രൂശിൽ മരിക്കുക. നിങ്ങളുടെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ, നിങ്ങളുടെ ഡിസിഷൻ എടുക്കുമ്പോൾ, നിങ്ങളുടെ ഓൾഡ് ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ഡിപ്പാർട്ട് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ, നമ്മുടെ പഴയ മനുഷ്യനെ അവനോട് കൂടെ കുഴിച്ചിടുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് യേശുവിന്റെ ഔന്നത്യത്തെ ഉയർത്തിക്കാട്ടാൻ വേണ്ടി പറഞ്ഞത്, സ്തോത്രം, when you were baptized, you were buried with Christ. സ്തോത്രം. മലയാളത്തിൽ പറയുന്നു, സ്നാനത്തിൽ, മലയാളം വായിക്കാം, സ്നാനത്തിൽ നിങ്ങൾ അവനോട് കൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച
ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. നിർത്തി വായിക്കാമോ? സ്തോത്രം. സ്നാനത്തിൽ നിങ്ങൾ അപ്പൊ ഇന്ന് തൽക്കാലം എന്നെ പ്രിയമുള്ളവരെ, കുഞ്ഞുങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കുക. സ്നാനപ്പെടാത്തവര് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ആ സ്തോത്രം. സ്നാനത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ അതിന് സിംബോളിക് റെപ്രസെന്റേഷൻ സ്നാനം എന്ന് പറയും. ഇതൊരു സിംബോളിക് ആയിട്ടുള്ള, ഇതിന് പ്രത്യേകിച്ചൊന്നുമില്ല. സ്നാനപ്പെടുന്ന വെള്ളത്തിന്റെ പരിശുദ്ധിയൊന്നുമില്ല, ആ സ്ഥലത്തിന്റെ പരിശുദ്ധിയൊന്നുമില്ല. ആ സ്ഥലത്ത് ദൈവ സാന്നിധ്യം വരുമ്പോഴാണ് അതെല്ലാം വിശുദ്ധമായി തീരുന്നത്. പഴയ നിയമത്തിൽ സമാഗമന കൂടാരം അല്ലെങ്കിൽ കൃപാസനമൊക്കെ ഉണ്ടാക്കി, പക്ഷെ അതിനകത്തൊന്നും പരിശുദ്ധിയില്ല. എപ്പോഴാണ് പരിശുദ്ധി ഉണ്ടാകുന്നത്? ദൈവത്തിന്റെ തേജസ്സ് വരുമ്പോഴാണ് വിശുദ്ധമായി തീരുന്നത്. ഈ വിശുദ്ധമാണ് വിശുദ്ധമാണെന്ന് പറഞ്ഞു അതൊക്കെ നമ്മൾ ഒരു അങ്ങനെ ഒരു സ്ട്രാറ്റജി ഒക്കെ ഉണ്ടാക്കി വെച്ച് നമ്മളത് പോകുന്നതേ ഉള്ളൂ. അല്ലല്ല, നമ്മൾ നിൽക്കുന്ന സ്ഥലം ദൈവ സാന്നിധ്യം ഇറങ്ങി അവിടെ വിശുദ്ധം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ ഒരു ദേവദാസൻ ഇപ്പോഴും തന്നെ ഒരു 10 വർഷത്തിന് മുമ്പ് തോന്നി ഇസ്രായേലിൽ പോയിട്ട് അവിടെ പോയി പ്രാർത്ഥിച്ചു. പണ്ട് അവർ ഇസ്രായേൽ മക്കൾ ഇവിടെ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്, ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ഇവിടെ നിങ്ങളെ തന്നെ താഴ്ത്തിയാൽ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് ഒരു വചനമുണ്ട് നിവൃത്താന്തം. ഇവിടുന്ന് പ്രാർത്ഥിച്ചു, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പ്രാർത്ഥിച്ചാൽ ഇത് ഇവിടെ വിടുതലാണ്. എനിക്കത് മനസ്സിലായില്ല. എന്ത് തിയോളജിയാണ്? പുതിയ നിയമത്തിൽ തിയോളജി ഇല്ല. പുതിയ നിയമസഭയുടെ വെളിപ്പാടെന്ന് പറയുന്നത് അല്ലെങ്കിൽ നാം കൃപാസനത്തിനടുത്തേക്ക് 24 hours 24 മണിക്കൂർ അതിവിശുദ്ധ മന്ദിരത്തിനടുത്തേക്ക് എന്ന് നമ്മുടെ ആവശ്യങ്ങൾ തുറന്നു പറയുവാൻ, നമ്മുടെ ബലഹീനങ്ങളെ സകലതാമം കാണിപ്പാൻ കഴിയാത്ത ഹല്ലേലൂയ സ്തോത്രം ഒരു മഹാപുരോഹിതനെ അല്ല നമ്മൾ ആരാധിക്കുന്ന യേശുക്രിസ്തു എന്ന് പറയുന്നത്. അവന്റെ അടുക്കലേക്ക് കടന്ന് നമ്മുടെ ആവശ്യങ്ങൾ തുറന്നു പറയുന്നു. അത്ര പ്രാഗൽഭ്യത്തോടെ നമുക്ക് അവന്റെ മക്കളെന്നുള്ള ഒരു പദവി ലഭിക്കുന്നതാണ് ഈ സ്ഥാനത്തിൽ. ഇവിടെ കൊലോസ്യരുടെ 12 ചേർന്ന് തന്നെ റോമാലേഖനം 6:3 വായിച്ച് സ്തോത്രം ഇന്ന് വൈകിട്ട് അവിടെ വായിച്ചു. റോമാലേഖനം 6:3 സ്നാനത്തിന്റെ മീനിങ് എന്താണ്, അതിന്റെ റെപ്രസെന്റ് ചെയ്യുന്നത്, അതുകൂടെ പറഞ്ഞുകൊണ്ട് വൈകിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 6:3 വായിച്ചാൽ യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ എല്ലാവരും. അപ്പോൾ ഈ സ്നാനം എന്ന് പറയുന്നത് യേശുവിന്റെ മരണത്തിൽ പങ്കാളിയായി തീരുക എന്നുള്ളത്. യേശുവിന്റെ മരണത്തിൽ പങ്കാളിത്തമില്ലാത്തവന് യേശു വരുമ്പോൾ അവന്റെ പുനരുത്ഥാനത്തിനും പങ്കാളിത്തമില്ല. അതാണ് മരണം. അതുകൊണ്ട് പുലർക്കാലം വളരെ ശ്രദ്ധയോടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. യേശുവിന്റെ മരണത്തോട് നിങ്ങൾ എപ്പോൾ അവനെ പങ്കാളിയാകുന്നു, ഒരു പാർട്ടേക്കറായി തീരുന്നു, അപ്പോൾ മാത്രമേ അവന്റെ പുനരുത്ഥാനത്തിൽ നമ്മൾ പങ്കാളികളായി തീരത്തുള്ളൂ. എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അതാണ് പൗലോസിന് കിട്ടിയ വെളിപ്പാടാണ് ഇവിടെ പറയുന്നത്. റോമിലെ സഭയോട് പറയുന്നത് ഒരു വെളിപ്പാട് പറയാണ്. സ്നാനത്തെ കുറിച്ചുള്ള ഒരു റെവലേഷൻ അല്ലെങ്കിൽ മിസ്റ്ററി, ഒരു മർമ്മം വെളിപ്പെടുത്തിയാണ്. അടുത്ത ഭാഗം, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അപ്പൊ നിങ്ങൾ സ്നാനക്കടവിൽ അല്ലെങ്കിൽ കർത്താവിന്റെ ദാസൻ നിങ്ങളെ സ്നാനപ്പെടുത്തുമ്പോൾ ആ വെള്ളത്തിലോട്ട് നിങ്ങളെ അല്ലെങ്കിൽ സ്തോത്രം അത് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. സ്നാനത്തിൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. അവിടെ പഴയ മനുഷ്യനെ എനിക്കൊന്ന് ആ ഭാഗം അടുത്തത് പറയുന്നുണ്ടെന്ന് തോന്നുന്നില്ല. സ്തോത്രം. അവിടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ, ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. We need to walk in the newness of life. പുതിയ ജീവിതത്തിൽ നടക്കുക. അതല്ലാതെ സ്നാനപ്പെട്ടിട്ട് യേശുവിന്റെ വഴിയിൽ നമ്മൾ നമ്മുടെ വഴിയിൽ പോകുന്നതല്ല. ഹല്ലേലൂയ. ഉടമ്പടി നിങ്ങളുടെ ലൈഫ് യേശുവിന് കൊടുക്കുമ്പോൾ സ്നാനക്കടവിൽ എഴുന്നേറ്റ് വരുമ്പോൾ നിങ്ങൾ ഡിസിഷൻ എടുക്കുകയാണ്, ഒരു ഗ്രേറ്റ് ഡിസിഷൻ എടുക്കുകയാണ്. ഹല്ലേലൂയ. എന്റെ ജീവിതം ഇനി യേശുവിന്റെ കൂടെ ആയിരിക്കും. എന്തൊരു സമയം നമ്മൾ ഒരു കുഞ്ഞു ഭൂമിയിൽ ധരിച്ചു വീഴുമ്പോൾ ആ കുഞ്ഞു വളർന്നു വലുതായി അവന്റെ സ്വന്തം കാലിൽ നിൽക്കാനാവുന്നത് വരെ നമ്മൾ അവനെ തീർച്ചയായും
പരിപാലിക്കും എന്ന് പറഞ്ഞതുപോലെ ആദ്യമായിട്ട് വരുമ്പോൾ നമുക്ക് വീഴ്ചകൾ ഉണ്ടാകാം, താഴ്ചകൾ ഉണ്ടാകാം, കുറവുണ്ടാകാം. എന്നാൽ ഒരു സഭയിലെ കർത്താവിന്റെ ദാസൻ ആ കുഞ്ഞിനെ പരിപാലിച്ച്, അല്ലെങ്കിൽ ഒരു ആത്മീയത്തിൽ ശിശുവായി വരുന്നവനെ പരിപാലിച്ച് വളർത്തേണ്ടത് കർത്താവിന്റെ ദാസന്റെയും സഭയുടെയും ഉദ്ദേശമാണ്, പർപ്പസാണ്. അല്ല നമ്മൾ എല്ലാം തിരിഞ്ഞിട്ടൊന്നുമല്ല സ്ഥാനപ്പെടുന്നത്. നമുക്ക് ഒറ്റ വെളിപ്പാട് കിട്ടണം, എൻ്റെ ജീവിതം ക്രിസ്തുവിന് കൊടുക്കണം, എൻ്റെ പഴയ ലൈഫ് സ്റ്റൈല് ഞാനവിടെ കുഴിച്ചുകയാണ്, ഇനി മുതൽ എൻ്റെ കർത്തൃത്വം ഞാൻ വിട്ടുകൊടുക്കുക, ഇനി എൻ്റെ കണ്ണുകളെ, എൻ്റെ ചിന്തകളെ, എൻ്റെ അവയവങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് യേശു ക്രിസ്തുവിന്റെ ആത്മാവായിരിക്കണം. സ്തോത്രം. ഇനി ഒരുത്തരും ഒരു ഇരുട്ടിലെ അധികാരങ്ങൾക്കും എന്നെ കൺട്രോൾ ചെയ്യുവാൻ സാധ്യമല്ല. ഞാൻ അവന് വേണ്ടി സമർപ്പിക്കുന്നു. അവർ ഡിസിഷൻ എടുത്തു, ഹല്ലേലൂയ, മാനസാന്തരപ്പെട്ട് നമ്മുടെ പഴയ ലൈഫ് സ്റ്റൈലിനെ ഹല്ലേലൂയ കാൽവരി ക്രൂസിൽ കുഴിച്ചിടന്നു, തകർത്തു കിടന്നു. അവനോടെ വെള്ളത്തിൽ ചെയ്യുമ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോഴേ നമുക്ക് ഇതിനൊരു ഇതെന്താ പറയുക, ഇത് നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിലങ്ങ് പോകും. കർത്താവ് ഈ ഒരു പ്രക്രിയയിൽ ഇത് വെച്ചിരിക്കുന്നത്, ഇത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഫെയ്ത്ത് വർക്ക് ചെയ്യത്തില്ല. കർത്താവ് വെച്ചിരിക്കുന്ന കൽപ്പന, സ്തോത്രം, ഈ ഗ്രേറ്റ് കമാൻഡ്മെന്റ് കമ്മീഷൻ, സ്തോത്രം, അത് നമ്മൾ ഏറ്റെടുത്തേ മതിയാകും. ഇതിൽ ആർക്കും ഒഴിവൊഴിവില്ല. സ്തോത്രം. അല്ല, ഞാൻ ഇവിടെ വാക്കുകളെ ആ ഭാഗം വായിച്ച് അവസാനിപ്പിക്കാം. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ, അവന്റെ മരണത്തിന്റെ നേരത്തെ പറഞ്ഞതുപോലെ അവന്റെ മരണത്തോടെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ, if we have been planted together in the likeness of his death, we shall be also in the likeness of his resurrection. അവന്റെ മരണത്തോടെ സാദൃശ്യത്തോട് നാം ഏകീഭവിക്കുന്നത് ഈ സ്നാന ശുശ്രൂഷയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ മർമ്മം നമ്മൾ അറിയണം. ഇത് അറിഞ്ഞിട്ട് വേണം നമ്മൾ സ്ഥാനപ്പെടാൻ. ഹല്ലേലൂയ, സ്തോത്രം. ഇതറിയാതെ നമ്മൾ സ്ഥാനപ്പെടല്ലേ. ഇത് അറിഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതമുണ്ടെന്നും പുതിയ ജീവിതത്തിലേക്ക് നടക്കണമെന്നുള്ള ആ ഒരു വലിയ താല്പര്യം, വലിയൊരു പാഷൻ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകത്തുള്ളൂ. സ്തോത്രം. നാം ഏകീഭവിച്ചവരായിരുന്നു. പുനരുത്ഥാനത്തിന്റെ സാദൃശ്യവും നാം ഏകീഭവിക്കും. യേശു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ മൂന്നെഴുന്നേറ്റതുപോലെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിങ്കൽ, പ്രിയമുള്ളവരെ, നാം കല്ലറകളിൽ ഒരുപക്ഷെ പോയിരിക്കാം, അല്ലെങ്കിൽ ജീവനോടെ ഇരിക്കാം. നാം ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ, ഈ ശരീരം രൂപാന്തരപ്പെടണമെങ്കിൽ നാം അവന്റെ മരണത്തോട് അനുരൂപപ്പെടുവാനിടയായി. ഞാനിവിടെ ഭാഗം നിർത്തുന്നു. അടുത്ത ആഴ്ച പിന്നെ നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.